നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോയാലും ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രോഡക്റ്റുമേ സ്റ്റാഫുകളുടെ കണ്ണ് എപ്പോഴും ഉണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഉള്ളത് നീറ്റയാണ്. നീറ്റയും ഹസ്ബൻഡ് ജോൺ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഹാപ്പി പോട്ട്സ് എന്ന സംരംഭം കറക്റ്റായിട്ട് കോവിഡ് ലോക്ക്ഡൗണിന് മുന്നേ തുടങ്ങിയത്. സോ ഹാപ്പി പോട്ട്സ് ഈ പേരിരുന്നതിന് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് സംതിങ് ടു ഡു വിത്ത് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഹാപ്പി, എനിക്ക് ആ പേര് കേൾക്കുമ്പോഴേ എനിക്ക് നീറ്റയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ബിക്കോസ് ഷീ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. ആൻഡ് അവർ ആഴ്ചയിലൊരിക്കൽ എന്തായാലും അവരുടെ ബേബീസായ ഈ ചെടികളെ കാണാനായിട്ട് ഞങ്ങളുടെ കടയിൽ വരുന്നതാണ്. ഹസ്ബൻഡും വൈഫും ആണ് വന്നിട്ട് അവർ മക്കളെ നോക്കുന്ന പോലെ അവരുടെ ചെടീനെ നോക്കിയിട്ട് പോകും. നീറ്റ നമ്മൾ കറക്റ്റായിട്ട് എനിക്കറിയാം കോവിഡിൻ്റെ ജസ്റ്റ് മുന്നേ ആണ് ഇത് തുടങ്ങിയെന്നുള്ളത്. അതെങ്ങനെയാണ് ആ ഒരു സമയം തരണം ചെയ്ത് വന്നത്? കോവിഡ് ആയിരുന്നു നല്ലൊരു ടൈം. കാരണം ഇൻഡോർ പ്ലാന്റ്സ് എന്ന മേഖല ഏറ്റവും കൂടുതൽ ബൂസ്റ്റായി വന്നത് ആ ടൈമിലാണ്. ആൾക്കാർക്ക് വീട്ടിലിരുന്നൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വളരെയധികം പോപ്പുലറായി. നമുക്ക് സ്ട്രഗിൾ വന്നത് കോവിഡൊക്കെ കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ്. ഇതുപോലത്തെ ഒരുപാട് ബിസിനസ്സുകൾ ഒരുപാട് വന്നു. പിന്നെ ആൾക്കാർക്ക് ചെടികൾ പണ്ടത്തെ പോലെ നോക്കാൻ ടൈം ഇല്ലാതായി. ആ ടൈമിലാണ് ശരിക്കും ഒരു സ്ട്രഗിൾ വന്നത്. അപ്പോൾ നമ്മുടെ കടയിലേക്കുള്ള സാധനം ഞങ്ങൾക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള ആൾക്കാരുടെ വാക്കിൻസ് എല്ലാം കുറഞ്ഞു. അപ്പോഴാണ് നമുക്ക് കല്യാണിന്ന് ഒരു ഓഫർ വരുന്നത്. ആക്ച്വലി ഇത് അങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊന്നും ചെയ്യാത്തൊരു സാധനമാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ അതുപോലെ ആദ്യം ചെടിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചെടി ചട്ടികളും വെക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഫൈറ്റർ ഫിഷും കൂടെ തുടങ്ങിയത്. അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? പെറ്റ് ഫിഷ് നല്ല റെസ്പോൺസാണ്. കൂടുതലും കുട്ടികളാണ് എടുക്കുന്നത്. എക്സാം ടൈമിൽ മാത്രമാണ് സെയിൽസ് ഇത്തിരി കുറവുള്ളൂ. ബാക്കി സെയിൽസ് കുഴപ്പമില്ല. പക്ഷെ പ്ലാന്റ്സിനേക്കാളും ഒരു പൊടിയും കൂടി കെയറിങ് വേണ്ട ഒരു സംഭവമാണ് ഫിഷ്. ഫിഷ് പൊതുവേ സെൻസിറ്റീവാണ്. കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. എന്തെങ്കിലും ഒരു അടിയിൽ എന്തെങ്കിലും കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ചേഞ്ച് ചെയ്യണം. അപ്പം അതിനൊക്കെ നമുക്ക് വെള്ളത്തിൽ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പം എനിക്ക് കോൾ വരും. അപ്പം നമ്മൾ ഓടി വന്ന് മാറ്റും. നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോയാലും ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രോഡക്റ്റുമേ സ്റ്റാഫുകളുടെ കണ്ണ് എപ്പോഴും ഉണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡാമേജ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഇന്നോവേഷൻസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ചെയ്യുന്നത് കൂടുതലും ട്രേഡിംഗ് ആണ്. ഇത് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നവരുടെ നിന്ന് എടുത്ത് നമ്മൾ പ്രസൻറ്റബിളായ രീതിയിലേക്ക് ആക്കി അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ മനസ്സിലൊരാശയം ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് എത്തണം എന്നാണ്. ഫിഷിൻ്റെയും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെയും. അപ്പോൾ നമുക്ക് ലോക്കൽ പ്രൊഡക്ഷനിലേക്കാണ്. അതാണ് ഞാൻ മനസ്സിലെ നെക്സ്റ്റ് പ്ലാൻ. അതുപോലെ നീറ്റ ഞാൻ അറിഞ്ഞു പുതിയൊരു കട തുടങ്ങുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഒരു നഴ്സറി പ്ലസ് 1 അക്വേറിയം അല്ലേ, രണ്ടും കൂടെ ഒരുമിച്ച്. സോ അതിനെക്കുറിച്ച് പറയാം. അതായോ, അതെപ്പോഴാണ് തുടങ്ങുന്നത്? എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ കൂടെ യാത്രയിൽ ഒരുമിച്ചുള്ള യാത്രയിൽ ഇതൊക്കെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്കൊരു ചെറിയ റീറ്റെയിൽ പ്ലാന്റ്സിനും പോട്ട്സിനും വേണ്ടി മാത്രമായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് മാത്രമാണ് 2020 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫിഷിൻ്റെ ചുവടുവെപ്പ് കല്യാണിലൂടെയായിരുന്നു. കല്യാണിലൂടെ മുന്നോട്ട് പോയിട്ടാണ് നമ്മളിപ്പോൾ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണത്. അക്വേറിയത്തിൽ പലതരത്തിലുള്ള ഫിഷുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പോട്ട്സിൻ്റെയും പ്ലാന്റ്സിനും കുറച്ചും കൂടി വിപുലമായ ശേഖരം. അപ്പോൾ അത് തൃശ്ശൂർ പറവട്ടാനിയിലാണ് നമ്മൾ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കണേ. മിക്കവാറും ദിസ് മന്ത് എൻഡ് ആവുമ്പോഴേക്കും അത് പൂർത്തിയാവും. ഇപ്പം 4 വർഷമായില്ലേ നീറ്റ കല്യാണിൻ്റെ ഭാഗമായിട്ട്. സോ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഓർ എനി എക്സ്പീരിയൻസ് ദാറ്റ് യു വിഷ് ടു ഷെയർ വിത്ത് അസ്? സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ഹോൾസെയിലായിട്ട് കല്യാണിന് മാത്രം സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മറ്റു പല ഗ്രൂപ്പുകൾക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കല്യാണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയേക്കുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിന് എത്രമാത്രം കസ്റ്റമേഴ്സിനെ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അതേ റെസ്പെക്റ്റും കെയറും സർവീസും തന്നെ ഞങ്ങളെപ്പോലുള്ള ചെറിയ സപ്ലയേഴ്സിനും വെൻഡേഴ്സിനും തരുന്നുണ്ട്. അത് മറ്റു സ്ഥലങ്ങളിൽ എനിക്കങ്ങനെ തോന്നിയ പേരുകൾ പറയുന്നില്ല. മറ്റു സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അതേ റെസ്പെക്ട് തന്നെയാണ് ലോജിസ്റ്റിക്സിലെ ഓരോ സ്റ്റാഫും നമുക്ക് തരുന്നത്. ഈവൻ സെക്യൂരിറ്റി തൊട്ട് സ്വീപ്പർ തൊട്ട് എല്ലാവരും വളരെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന പോലെ തന്നെയാണ്. എന്നോട് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റ് സപ്ലൈസിനോട് അതേപോലെ തന്നെ ആ റെസ്പെക്റ്റിലും തന്നെയാണ് ബിഹേവ് ചെയ്യണം. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ നമ്മൾ ഇത്രയും ചെടിയായിട്ട് ട്രോളി ഉന്തി പോകുമ്പോ കല്യാണമാണെങ്കിൽ ആരെങ്കിലും വന്നൊന്ന് പിടിച്ച്, ഞാൻ പറഞ്ഞിട്ടല്ല, അവര് കണ്ടറിഞ്ഞ് വന്ന് ഹെൽപ്പ് ചെയ്യും. വേറെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരാളും അങ്ങനെ നോക്കാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും വരാറില്ല. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങൾ എല്ലാ സ്റ്റാഫിനെയും എങ്ങനെ ഇതുപോലെ പഠിപ്പിച്ചെടുക്കണേന്ന്. അപ്പൊ അങ്ങനെ നീത, താങ്ക് യു വെരി മച്ച്. അങ്ങനെ 4 വർഷം കല്യാണിന്റെ ഭാഗമായിരുന്നു. ഇനിയും അതായത് ഒരു പ്രോഡക്റ്റിൽ തുടങ്ങി കുറേ ആയി. പ്ലാന്റ്സിന്റെ ഒരു വെറൈറ്റി ആയി. നമ്മൾ ലക്കി ബാംബൂവിൽ തുടങ്ങി, പ്ലാന്റ്സിൽ ഒരു വലിയ വെറൈറ്റി ആയി. അതുപോലെ വേറൊരു സെഗ്മെന്റും കൂടെ ഫിഷസും ഓർണമെന്റൽ ഫിഷസും കൂടെ ഇറക്കി. അങ്ങനെ
സ്ട്രോങ്ങർ ആയിട്ട് പോവട്ടെ. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ.